റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും ചേർന്ന് ഇതുവരെ 21 തവണ ചാമ്പ്യൻസ് ലീഗ് ഉയർത്തിയിട്ടുണ്ട്. റയലാണ് രാജാക്കന്മാർ 15 വട്ടം, ബയേൺ 6 തവണയും. പക്ഷേ ഇന്നേവരെ ഇരുവരും ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടില്ല. ഇത്തവണയും ഏറ്റുമുട്ടില്ല. നോക്കൌട്ട് റൗണ്ടിൽ ഇതിനു മുമ്പ് 6 തവണ ഏറ്റുമുട്ടിയതിൽ 5ലും ജയിച്ചത് റയലായിരുന്നു. ആകെ ഏറ്റുമുട്ടിയ 29ൽ 13 തവണ റയൽ ജയിച്ചപ്പോൾ ബയേണിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത് 9 ജയം. കളിയിലും കണക്കിലും വൻ ആധിപത്യവുമായാണ് റയൽ സ്വന്തം ബെർണാബ്യൂവിലേക്ക് ബയേൺ മ്യൂണിക്കിനെ സ്വാഗതം ചെയ്തത്. പക്ഷേ വിൻസെൻ്റ് കമ്പനിക്ക് പലതും തിരുത്തിയെഴുതാനുണ്ടായിരുന്നു. ഡിഫൻസീവ് മോഡിലേക്ക് പോകാതെ എതിരാളിയുടെ ഗ്രൗണ്ടായിരുന്നിട്ടുകൂടി 2 ഗോൾ ലീഡുണ്ടായിട്ടും അവർ ഒഴുക്കോടെ ആക്രമിച്ചുകൊണ്ടിരുന്നു. തിരികെ വരുന്ന പ്രത്യാക്രമണങ്ങൾ ചെറുക്കാൻ അവർക്ക് 40 കഴിഞ്ഞൊരു പടത്തലവനുണ്ടായിരുന്നു. പേര് മാനുവൽ നോയർ. എംബാപ്പയുടെ ശക്തമായൊരു ഷോട്ട് നോയർ അവിശ്വസനീയമായി തട്ടിയകറ്റിയപ്പോൾ കമൻട്രി ബോക്സിൽ മുഴങ്ങിയ വാചകം ഇങ്ങനെയായിരുന്നു: ദ റിയാക്ഷൻ സ്റ്റിൽ ഷാർപ്പ് ഫ്രം 14-year-old മാനുവൽ നോയർ. ഫിയർലെസ് ആറ്റിറ്റ്യൂഡുമായാണ് ഇരു ടീമുകളും ബെർണാബ്യൂവിൽ ഇറങ്ങിയത്. റയൽ പേടിക്കേണ്ടത് ഒലിസയെ ആയിരുന്നു. ആ ഒലിസെ റയലിനെ പേടിപ്പിക്കുകയും ചെയ്തു. 6-ാം മിനിറ്റിൽ തന്നെ വീഴ്ത്തിയതിന് ലഭിച്ചൊരു ഫ്രീ കിക്ക് ഒലിസെ ലക്ഷ്യത്തിലേക്ക് പായിച്ചെങ്കിലും റയൽ പ്രതിരോധ ഭിത്തിയിൽ തട്ടി പുറത്തേക്ക് പോയി. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ബയേൺ മുന്നിലെത്തേണ്ടതായിരുന്നു. ജോഷുവ കിമ്മിച്ച് നൽകിയൊരു പന്ത് ഫസ്റ്റ് ടച്ച് ഫിനിഷിന് ഉപമയ്ക്കാനൊക്കെ കഴിഞ്ഞില്ല. വീണുകിടന്ന ലുനിനെ സാക്ഷിയാക്കി കരേരാസ് ആ അപകടം അടിച്ചൊഴിവാക്കി. മറുവശത്ത് ആദെ ഗുളറും എംബാപ്പയും വിനീഷ്യസും കിട്ടിയ അവസരങ്ങളിൽ അപകടം വിതച്ചുകൊണ്ടിരുന്നു. എംബാപ്പയുടെയും വിനീഷ്യസിന്റെയും ശ്രമങ്ങൾ കൈകൊണ്ടും കാലുകൊണ്ടും തടഞ്ഞ് 40-കാരൻ മാനുവൽ നോയർ കോട്ട കെട്ടി. തൊട്ടടുത്ത മിനിറ്റിൽ മറുവശത്ത് ഡീൻ ഹുസനും ലുനിനും തമ്മിലുള്ളൊരു ആശയക്കുഴപ്പത്തിൽ ബയേൺ ലീഡെടുക്കേണ്ടതായിരുന്നു. ഒരു ടാപ്പിൻ കൊണ്ട് ഗോളാകുമായിരുന്ന ശ്രമം നാബ്രി പാഴാക്കി. മറുവശത്ത് വാൽവഡയിൽ നിന്ന് വന്നൊരു പന്തിനെ ശക്തമായ കാർപ്പറ്റ് ഷോട്ടിലൂടെ എംബാപ്പെ ഗോളിലേക്ക് വഴിതിരിച്ചെങ്കിലും അവിശ്വസനീയമായത് നോയറും തട്ടിയകറ്റി. ആദ്യ പകുതിക്ക് തൊട്ടു മുൻപായി തന്നെ ബയേൺ ആദ്യ വെടി പൊട്ടിച്ചു. റയലിന്റെ മിഡ്ഫീൽഡിനെയും ഡിഫൻസിനെയും ഒരുപോലെ വട്ടം കറക്കിയൊരു ടീം ഗോൾ. ഹാരി കെയ്നും സെർജി നാബ്രിയും ചേർന്ന് നടത്തിയൊരു നീക്കത്തിന് ലൂയിസ് ഡിയാസിന്റെ ഫിനിഷിംഗ്. പന്ത് നെറ്റിനെ തൊടുമ്പോൾ 7 റയൽ താരങ്ങളാണ് ഒരുപോലെ ലൈൻ പാലിച്ച് ആ കാഴ്ച നോക്കി നിന്നത്. ബയേണിനായി ഡിയാസിന്റെ 23-ാമത്തെ ഗോൾ. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കെയ്ൻ ബെർണാബ്യൂവിനെ ഒരിക്കൽ കൂടി നിശബ്ദമാക്കി. റയലിന്റെ പിഴവിൽ നിന്നായിരുന്നു ആ ഗോളിലേക്കുള്ള പിറവി. കരേറാസിൽ നിന്നും തട്ടിയെടുത്ത് പാവ്ലോവിച്ച് ഒലീസയ്ക്ക് കൈമാറി. ഹുസനെയും ചുമേനിയെയും കബളിപ്പിച്ച് കൃത്യമായി ഒലീസെ ആ പന്ത് കെയ്നിനെ ഏൽപ്പിച്ചു. കെയ്നിന്റെ ഒരു ഗ്രൗണ്ടർ കർവ് തടയാൻ ലുനിനായില്ല. ഈ അസിസ്റ്റോടെ 8 വീതം ഗോളും അസിസ്റ്റും അടക്കം ആകെ 16 ഗോൾ കോൺട്രിബ്യൂഷൻ ഒലീസെ പേരിനൊപ്പം ചേർന്നു. 2-ാം ഗോൾ വീണതോടെ റയൽ ആക്രമണം കനപ്പിച്ചു. എന്നാൽ 60-ാം മിനിറ്റിൽ ലഭിച്ചൊരു സുവർണാവസരം വിനീഷ്യസ് പാഴാക്കി. മൈനസ് നൽകാനുള്ള ഉപമക്കാനയുടെ ശ്രമം പിഴച്ചപ്പോൾ വിനീഷ്യസ് ഓടിയെടുത്ത് മുന്നേറി. മുന്നിൽ നോയർ മാത്രം. ചിപ്പ് ചെയ്താൽ പോലും ഗോളാകുമായിരുന്ന ആ 1-on-1 സിറ്റുവേഷനിൽ വൈറ്റ് ബോക്സിലേക്ക് പോയി നിറയൊഴിക്കാനായിരുന്നു വിനീഷ്യസിന്റെ ശ്രമം. എന്നാൽ അതേ ദിശയിൽ അതേ വേഗത്തിലോടി നോയർ വിനിയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചു. ആ വൈഡ് ഷോട്ട് പുറത്തേക്ക് പോയത് ഇരു കൈകളും ഉയർത്തിയാണ് നോയർ ആഘോഷിച്ചത്. തൊട്ടു പിന്നാലെ ബെല്ലിംഗ്ഹാമും എംബാപ്പയും ചേർന്ന് നടത്തിയൊരു നീക്കം. ബോക്സിൽ നിന്നും തൊടുത്തൊരു ഷോട്ടും നോയർ തട്ടിയകറ്റി. ഹ്യൂജ് ഹാൻഡ്സ് ഫ്രം നോയർ. കമൻട്രി ബോക്സ് വീണ്ടും നോയർക്ക് കൈയടിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ഒപ്പം എത്തണമായിരുന്നു റയലിന്. കരേറാസും വിനിയും എംബാപ്പയും പിന്നെയും നോയറെയും ബയേൺ ഡിഫൻസിനെയും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ നോയർ കീഴടങ്ങി. ഒരൊറ്റ തവണ അലക്സാണ്ടർ ആർണോൾഡ് ബയേൺ ഡിഫൻസ് കീറി മുറിച്ചു കൊടുത്തൊരു ക്രോസ്. ഓടിയെത്തിയ എംബാപ്പെ പിഴവൊന്നും കൂടാതെ അത് ലക്ഷ്യത്തിലെത്തിച്ചു. റെമോണ്ടാഡകൾ ഒരുപാട് കണ്ട സ്റ്റേഡിയത്തിൽ മറ്റൊന്നുകൂടി ആവർത്തിക്കുമോ എന്ന് ഫുട്ബോൾ ലോകം ആവേശത്തോടെ കാത്തിരുന്നു. ലീഡ് ഉയർത്താൻ ബയേണും സമനില പിടിക്കാൻ റയലും ഒരുമ്പിട്ടിറങ്ങിയതോടെ അവസാന 15 മിനിറ്റ് ബെർണാബ്യൂവിന് തീപിടിച്ചു. ഇടയ്ക്ക് മിലിറ്റാവോ ഒന്ന് നോയറിനെ പരീക്ഷിച്ചെങ്കിലും അനായാസം അത് കൈപ്പിടിയിലൊതുക്കി. ഒലീസയും മുസിയാലയും ലുനിനെയും പേടിപ്പിച്ചുകൊണ്ടിരുന്നു. റയൽ ഡിഫൻസ് ലൈൻ മുഴുവൻ പൊളിഞ്ഞിരിക്കുന്നത് ആ ശ്രമത്തിൽ വ്യക്തമായിരുന്നു. അവസാന നിമിഷം ലഭിച്ചൊരവസരം എംബാപ്പെ ബോക്സിന് പുറത്തു നിന്നൊരു ഷോട്ട് ഉതിർത്തെങ്കിലും പുറത്തേക്ക് പോയി. വൈകാതെ ലോങ് വിസിൽ. കടലാസിലെയും ചരിത്രത്തിലെയും കണക്കുകളിൽ കാര്യമില്ലെന്ന് ഓർമ്മിപ്പിച്ച് ബയേൺ റയലിന്റെ ഗ്രൗണ്ടിൽ 2-1 വിജയം ആഘോഷിച്ചു. 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് റയൽ തൊടുത്തത്. പക്ഷേ നേരത്തെ പറഞ്ഞ ആ 40-കാരൻ്റെ കോട്ട പൊളിക്കാൻ അതൊന്നും മതിയായിരുന്നില്ല. ബയേൺ പരിശീലക കുപ്പായത്തിൽ തൻ്റെ 100-ാം മത്സരം വിൻസെൻ്റ് കമ്പനി ബെർണാബ്യൂവിലിട്ട് റയലിനെ തീർത്ത് ആഘോഷമാക്കി. അതിന് വഴിയൊരുക്കിയത് പരിശീലകനേക്കാൾ 1 വയസ്സ് മൂത്ത കളിക്കാരൻ മാനുവൽ നോയർ. രണ്ടാം പാദം അടുത്തയാഴ്ച അലിയൻസ് അരീനയിൽ. ജർമ്മൻ മണ്ണിലിട്ട് പൊട്ടിക്കാൻ അർബലോവ കരുതി വയ്ക്കുന്നതുണ്ടാകും.
വെയിറ്റ് ആൻഡ് സീ.